ഇത് എത്ര നാൾ കഴിഞ്ഞതാന്ന്? ഇത് അല്ല എത്ര എത്ര ആയി വെച്ചിട്ട്? ആ ആ ആ 6 മാസം അല്ലേ? എന്നാലും ഇത് പിന്നെ ഇതിൻ്റെ കായ്ഫലം എങ്ങനെയാന്ന്? എത്ര കൊല്ലം കൊണ്ടാന്ന്? ആ എന്നാലും എത്ര കൊല്ലം നല്ലോണം നോക്കിയാൽ? ആ ഇത് വയലിൽ അങ്ങനെ അല്ലെങ്കിൽ പറമ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ലല്ലോ? എവിടെയും വെക്കാം. ആ ഇപ്പം നടുമ്പോൾ ഇതെങ്ങനെയാ എങ്ങനെ നടുന്നത് എന്നുള്ളത്? ആ വയലിൽ അത്ര കുഴി വേണ്ടല്ലോ അല്ലേ? ഇത് ഗോവിന്ദേട്ടൻ പയ്യന്നൂർ അന്നൂർ എന്ന സ്ഥലത്ത് വർഷങ്ങളായി തെങ്ങ് കൃഷി നടത്തുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പക്കൽ നല്ല ഇനം തെങ്ങുകൾ കിട്ടുമെന്ന് കയറളത്ത് കോപ്പാടുള്ള ചെത്തുതൊഴിലാളി സുമേഷാണ് എന്നെ ട്രിപ്പ് ഏൽപ്പിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നമ്പറില്ല. 2 വർഷം മുമ്പ് പോയതാണ്. കൃത്യമായ വിവരമില്ലാതെ 40 കിലോമീറ്റർ അപ്പുറം പോകാനുള്ളൊരു മടിയും. അങ്ങനെയാണ് പയ്യന്നൂർ മുന്നേ താമസിച്ച ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്ത് റിട്ടയർഡ് സപ്ലൈ ഓഫീസർ അനീഷ് ഏട്ടനോട് വിവരം പറഞ്ഞത്. അങ്ങനെ അനീഷ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മുരളി എന്ന് പറയുന്ന ആളെ ബന്ധപ്പെട്ട് ഗോവിന്ദേട്ടനെ നമ്പർ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ഞാൻ എത്തുന്നത്. ഗോവിന്ദേട്ടൻ വളരെ വർഷങ്ങളായി ഈ തെങ്ങ് കൃഷിയിൽ വിദഗ്ധനാണ്. പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ അന്നൂരുള്ള തെങ്ങ് വളരെ ഫലഭൂയിഷ്ടമായ തെങ്ങാണ്, നല്ല കായ്ഫലം തരുന്ന തെങ്ങാണ് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഗോവിന്ദേട്ടൻ്റെ പക്കൽ നിന്നും 67 തെങ്ങും എടുത്തിട്ടാണ് ഞാൻ മടങ്ങിയത്. വർഷങ്ങളായി ബന്ധമുള്ള ഒരാളെ പോലെയാണ് ഗോവിന്ദേട്ടൻ്റെ ഇടപെടൽ. ഇപ്പോൾ പഴയ പോലെ തെങ്ങ് കൃഷി കൂടുതലായി ചെയ്യുന്നില്ല. എങ്കിലും ഓർഡർ പ്രകാരം നല്ല ഇനം വിത്തുകൾ ശേഖരിച്ച് അദ്ദേഹം ആൾക്കാർക്ക് ഈ ഗോവിന്ദേട്ടനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ വീഡിയോയിലെടുക്കുന്നത് ഗോവിന്ദേട്ടൻ കണ്ടിരുന്നു. അങ്ങനെ ഗോവിന്ദേട്ടനെ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ FB ഇടുന്നത്. കൃഷിയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു തലമുറയോടൊപ്പമാണ് ഞാനൊക്കെ വളർന്നത്. ഇന്നത്തെ തലമുറക്ക് അതിലോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത്തരം കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്നത് വരും തലമുറക്ക് അതിനോടൊരു താല്പര്യവും അതിലേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സും ഉണ്ടായിക്കൊള്ളട്ടെ, അതിന് ഇത്തരം വീഡിയോകൾ ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്.